ഹായ്, ഞാൻ CJ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ ഒരു ബിസിനസ്സിലെ ബാലൻസ് ഷീറ്റിൽ വന്നിരിക്കുന്ന ക്യാഷിന്റെ പൊസിഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കി അത് മാനേജ്മെന്റിന്റെ മുന്നിലും ഡയറക്ടർ ബോർഡിന്റെ മുന്നിലും കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു ബിസിനസ്സിൽ 3 ആക്ടിവിറ്റീസിലൂടെയാണ് ക്യാഷിന്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഉണ്ടാവുക. ഒന്ന് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ, 2 ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ, 3 ഫിനാൻസിങ് ആക്ടിവിറ്റീസിലൂടെ. ഈ 3 ആക്ടിവിറ്റീസിലൂടെയുള്ള ഇൻഫ്ലോയുടെയും ഔട്ട്ഫ്ലോയുടെയും അവസാന റിസൾട്ടാണ് ഒരു ബിസിനസിന്റെ ബാലൻസ് ഷീറ്റിൽ കിടക്കുന്ന ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രാക്ടിക്കലി പ്രിപ്പയർ ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ ഒരു ബിസിനസിന്റെ ക്യാഷിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റുകയുള്ളൂ. എല്ലാ ഓൺട്രപ്രണേഴ്സും നിർബന്ധമായിട്ടും തങ്ങളുടെ ബിസിനസിന്റെ ക്യാഷ് ഫ്ലോ വളരെ പ്രോപ്പറായിട്ടാണോ മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് എപ്പോഴും അനലൈസ് ചെയ്യണം. നിങ്ങളൊരു കമ്പനിയിൽ അക്കൗണ്ട്സിലും ഫിനാൻസിലും വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ പ്രാക്ടിക്കലി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ എക്സ്പേർട്ട് ആയിരിക്കും.